ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ എന്തെങ്കിലും ചെയ്ത് തന്റെ വളർത്തുമകളായ നന്ദിനിയെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ അപർണ പ്ലാൻ ഇടുന്നു. തന്റെ മരുന്ന് തീർന്നു പോയതിനാൽ നന്ദിനി ഉറങ്ങിക്കിടന്ന തന്റെ അച്ഛനായ അഞ്ജയെ വിളിച്ചുണർത്തി മെഡിക്കൽ ഷോപ്പിലേക്ക് കൂടെ വരാൻ പറയുന്നു. ഇത് കേട്ട അപർണ എങ്ങനെയും നന്ദിനിയുടെ കൂടെ പുറത്തുപോയി അവളുടെ വയറ്റിലെ കുട്ടിയെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. നന്ദിനിക്ക് പട്ടികളെ പേടിയാണെന്ന് മനസ്സിലാക്കിയ അപർണ വഴിയിൽ കിടന്നുറങ്ങിയിരുന്ന പട്ടിയെ കല്ലെടുത്തെറിയുന്നു. പട്ടി കുരച്ചുകൊണ്ട് അവരുടെ പുറകെ ഓടുന്നു. അപർണ ഒരു ഭിത്തിയുടെ മറവിൽ ഒളിച്ചുനിന്ന് നന്ദിനിയെ പട്ടി ഓടിക്കുന്നത് നോക്കി നിൽക്കുന്നു. പട്ടി ഗർഭിണിയായ നന്ദിനിയുടെ പുറകെ ഓടുന്നു. പിന്നീട് എന്തുണ്ടായി എന്ന് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ആ രാത്രിയിൽ നന്ദിനിയെ പട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഗർഭിണിയായിരുന്നതിനാൽ ക്ഷീണം മൂലം പതിയെ ആണ് ഓടിയിരുന്നത്. കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ നന്ദിനി മടുത്തതുകൊണ്ട് നിൽക്കുന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് അപർണ കാണുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നു പട്ടി, നീ അവളെ പോയി കടിക്കി. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. അവളുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് കടിക്കി. കടിച്ചൊരു 1/4 കിലോ മാംസമെങ്കിലും വായിലാക്ക്. അപർണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നന്ദിനി കിതച്ചുകൊണ്ട് നിൽക്കുന്നു. ആ പട്ടി അവളുടെ മുന്നിൽ നിന്ന് അവളെ നോക്കി കുരയ്ക്കുന്നു. നോക്കൂ, ഞാൻ ഗർഭിണിയാണ്. എനിക്കിനി ഓടാൻ ആവില്ല. നിന്നെ കല്ലെടുത്തെറിഞ്ഞത് ഞാനല്ല, എന്റെ അമ്മായിയാണ്. അവരിവിടെ എവിടെയോ ഒളിച്ചു നിൽപ്പുണ്ട്. എന്നെ ഉപദ്രവിക്കരുത്. 2 കൈയും കൂപ്പി നന്ദിനി ഇങ്ങനെ പട്ടിയോട് യാചിക്കുന്നു. ഇത് കണ്ടതും പട്ടി അതിന്റെ 2 കാലും മുന്നോട്ട് നീട്ടി നന്ദിനിയെ വണങ്ങുന്നു. ഇത് കണ്ട അപർണ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇവൾക്ക് പട്ടികളുടെ ഭാഷയും അറിയോ? കടിക്കുമെന്ന് ഓർത്തപ്പോൾ ദേ അതവളെ വണങ്ങുന്നു. ഇങ്ങനെ ഓർത്തുകൊണ്ട് അപർണ ഭിത്തിയുടെ മറവിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപർണയെ കണ്ടതും പട്ടി കുരയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ടതും അപർണ ഇങ്ങനെ പറയുന്നു. ഇതെന്താ ഇങ്ങനെ? അവളെ നമസ്കരിച്ചിട്ട് എന്നെ കണ്ടപ്പോൾ കുരയ്ക്കുന്നു. ഇനി എന്റെ വളർത്തുമകൾ പട്ടികളുടെ ഭാഷയിൽ എന്നെ കടിക്കാനാണോ പറഞ്ഞത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അപർണ പട്ടിയെയും നോക്കി നിൽക്കുന്നു. നന്ദിനി മെഡിക്കൽ ഷോപ്പിലേക്ക് തനിയെ നടന്നു പോകുന്നു. അത് കണ്ട് അപർണ ഇങ്ങനെ പറയുന്നു. നന്ദിനി, മോളെ നിൽക്ക്, ഞാനും കൂടി വരാം. ഈ പട്ടിയോട് നീ എന്താ പറഞ്ഞത്? ഇത് എന്നെ നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും എങ്ങനെയോ ഒന്ന് രക്ഷപ്പെടുക. അപർണ അങ്ങനെ പേടിച്ചു നിൽക്കുകയാണ്. പട്ടി കുരച്ചുകൊണ്ടേയിരിക്കുന്നു. അപർണ ഒരു സൈഡിലേക്ക് മാറുമ്പോൾ പട്ടിയും അങ്ങോട്ട് വരുന്നു. എന്ത് ചെയ്യണമെന്ന് അപർണയ്ക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പട്ടിയുടെ കടി മേടിക്കാതെ എങ്ങനെ അവിടുന്ന് പോകുമെന്നറിയാതെ അപർണ കുഴങ്ങി. പട്ടി കുരച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നിന്റെ മുന്നിൽ കൈ കൂപ്പുന്നു. നിനക്ക് വേണമെങ്കിൽ ഞാൻ 1 കിലോ ചിക്കൻ, 1 കിലോ മട്ടൺ, 1 കിലോ മീൻ, അതുപോലെ കുറേ മുട്ടയും ഒക്കെ ഉണ്ടാക്കി തരാം. അപർണ പറഞ്ഞത് കേട്ടപ്പോൾ പട്ടി കുര നിർത്തി. എന്നിട്ട് അപർണയെ തന്നെ നോക്കി നിൽക്കുന്നു. ഇത് കണ്ടതും അപർണ ഇങ്ങനെ പറയുന്നു. ഓഹോ, അപ്പോൾ പട്ടികൾക്കും മനുഷ്യന്മാരുടെ ഭാഷ മനസ്സിലാകുമല്ലേ? ഹോ, രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയാൽ വലിയ കാര്യം. ഈ പട്ടിക്കും എന്നെ പോലെ ചിക്കനും മട്ടനും മീനും മുട്ടയും ഒക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞതും കുര നിർത്തിയല്ലോ. വീട്ടിൽ പോയിട്ട് ഞാൻ ഇത് വല്ലതും ഇതിനുണ്ടാക്കി കൊടുക്കുമോ? ഒരിക്കലുമില്ല. മണ്ടൻ പട്ടി, എല്ലാം വിശ്വസിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു പോകാൻ തുടങ്ങുന്നു. അപർണയുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞ പട്ടി വീണ്ടും കുരയ്ക്കാൻ തുടങ്ങി. ഓടി വന്ന് കാലിൽ ഒരു കടിയും കൊടുത്തു. കുറച്ച് മാംസവും കടിച്ചെടുത്ത് പട്ടി ഓടിപ്പോയി. അപർണ വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. നല്ലപോലെ രക്തവും പോകുന്നുണ്ടായിരുന്നു. നടക്കാനാവാത്ത അവർ അവിടെ തന്നെ നിന്നു. വിഷമത്തോടെ അവർ ഇങ്ങനെ പറയുന്നു. ഇതെന്താ ഇങ്ങനെ? ഗർഭിണിയായ നന്ദിനിയെ കടിക്കുമെന്ന് കരുതിയപ്പോൾ അതെന്റെ കാലിലെ മാംസവും കടിച്ചുകൊണ്ട് ഓടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വിഷമിച്ച് പതിയെ നടന്ന് അപർണ വീട്ടിലേക്ക് പോകുന്നു. വീടിന്റെ വാതിൽക്കൽ നിന്നിരുന്ന അഞ്ജയ കാലിൽ മുറിവുമായി വരുന്ന അപർണയെ കണ്ടു. എന്നാൽ ഗർഭിണിയായ തന്റെ മകളെ കണ്ടില്ല. വളരെ വിഷമത്തോടെ അഞ്ജയ അപർണയോട് ഇങ്ങനെ ചോദിച്ചു. അപർണയുടെ മോൾ എന്തിയേ? നന്ദിനി എവിടെയാന്ന്? കാലിൽ ഇത്രയും വലിയ മുറിവ് പറ്റി ചോരയൊലിച്ച് വേദനിച്ചു നിൽക്കുന്ന എന്നോട് എന്ത് പറ്റിയെന്ന് ചോദിക്കാതെ നിങ്ങൾ ഗർഭിണിയായ വളർത്തുമകളെക്കുറിച്ച് എന്തിനാ ചോദിക്കുന്നേ? നിങ്ങളൊരു മനുഷ്യനാണോ?
മുന്നിൽ നിൽക്കുന്ന ഭാര്യയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? മരുന്ന് മേടിക്കാൻ പോയ മോളെ ഓർത്ത് എന്തിനാ ഇത്രയും വിഷമം? പക്ഷെ അപർണയുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അഞ്ജയ പുറത്തേക്കിറങ്ങി നന്ദിനിക്ക് എന്ത് പറ്റിയെന്ന് വിഷമിച്ച് അവൾ പോയ വഴിയെ അന്വേഷിച്ചു പോകുന്നു. ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി നന്ദിനി വീട്ടിലേക്ക് നടന്നു വരുന്നു. അവളുടെ കൂടെ ആ പട്ടിയുമുണ്ട്. ആ പട്ടിയെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് ധൈര്യം വന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അച്ഛനും മകളും കണ്ടുമുട്ടുന്നു. അപ്പോൾ അവിടെ നിന്നും പട്ടി ഓടിപ്പോകുന്നു. മോളെ നന്ദിനി, മരുന്ന് കിട്ടിയോ? വാങ്ങിച്ചു അച്ഛാ. മോളെ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മുമ്പേ പറയണം. ഈ രാത്രിയിൽ ഒന്നാമത് നമ്മുടെ സമയം ശരിയല്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മരുമകനോട് ഞാൻ എന്ത് സമാധാനം പറയും? ശരി അച്ഛാ. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. വീട്ടിൽ സോഫയിലിരുന്ന് പട്ടി കടിച്ച കാല് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അപർണ. ഈ വീടിന് ആര് കണ്ണുവെച്ചോ എന്തോ, എന്നാലും ആ പട്ടി എന്തിനാ എന്നെ കടിച്ചത്? ഇനി ഞാൻ എന്തു ചെയ്യും? അപർണ ഇങ്ങനെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കരച്ചിൽ കേട്ട് ഗീത റൂമിൽ നിന്ന് പുറത്തു വരുന്നു. അമ്മയുടെ അവസ്ഥ കണ്ട ഗീതയ്ക്ക് നന്ദിനിയോട് വല്ലാത്ത ദേഷ്യം വരുന്നു. ഈ ദേഷ്യത്തിൽ വീട്ടിൽ വന്നു കയറിയ നന്ദിനിയുടെ നേരെ ഗീത കൈവീശുന്നു. പക്ഷെ അഞ്ജയ ആ അടി തടയുന്നു. ഗീത, നിന്നെക്കാളും മൂത്തോടെ നിന്നെ കൈവെക്കുന്നോ? ഇനിയും ഇതുപോലെ ചെയ്താൽ ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ മകളുടെ മുന്നിൽ വെച്ച് എന്റെ മോളോട് ദേഷ്യപ്പെടുന്നോ? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ അവളെയാണല്ലോ ഇഷ്ടം. അപർണ, എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. എൻ്റെ കൺമുമ്പിൽ വെച്ച് ഇളയവൾ ചേച്ചിയെ അടിക്കാൻ വന്ന് ചേച്ചിയെ അടിക്കടി എന്ന് ഞാൻ പറയണോ? അഞ്ജയ പറഞ്ഞത് കേട്ടപ്പോൾ അപർണ മിണ്ടാതിരിക്കുന്നു. തന്റെ കാലിലെ വേദന കാരണം അവൾക്ക് നല്ല വിഷമമാണ്. എല്ലാവരും ഇങ്ങനെ കുന്തം പോലെ നിൽക്കാതെ ആരെങ്കിലും വന്ന് എന്റെ കാലിൽ കുറച്ച് മഞ്ഞൾ വെച്ച് കെട്ടുമോ? ഇത് കേട്ടതും ഗീത കേൾക്കാത്തതുപോലെ അവിടെ നിന്നും നടന്നു പോകുന്നു. ഇത് കണ്ട് അഞ്ജയ ഇങ്ങനെ പറയുന്നു. നോക്ക്, നിന്റെ പുന്നാരമോള് ഗീതയാണ്ട പോകുന്നു. അവളോട് പറ മരുന്ന് വെച്ച് കെട്ടാൻ. ആരേലും വാ എന്ന് പറഞ്ഞാൽ ആര് വരാനാ? നന്ദിനിയെയും കൂട്ടി അഞ്ജയ റൂമിലേക്ക് പോകുന്നു. നന്ദിനി മരുന്ന് കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച് നിലത്തു കിടന്നുറങ്ങുന്നു. അഞ്ജയ തിരിച്ച് ഹാളിലേക്ക് വരുന്നു. അപർണ വേദന സഹിക്കാൻ പറ്റാതെ അവിടെ ഇരിക്കുകയാണ്. അത് കണ്ടിട്ട് ഗീത ഇങ്ങനെ പറയുന്നു. അയ്യോ അയ്യോ, എനിക്ക് രക്തം കണ്ടാൽ തല കറങ്ങും. ഞാൻ എങ്ങനെയാ മരുന്ന് വെച്ച് കെട്ടുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല. സോറി അമ്മേ. അങ്ങനെ പറഞ്ഞിട്ട് ഗീത അവിടെ നിന്നും പോകുന്നു. അഞ്ജയ അടുക്കളയിൽ നിന്ന് കുറച്ച് മഞ്ഞൾ എടുത്തുകൊണ്ട് അപർണയുടെ മുറിവിൽ വെച്ച് കെട്ടുന്നു. അപർണ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ കാലം തൊട്ടേ നീ നന്ദിനിയെ വളർത്തുമകളിൽ നിന്ന് വിളിച്ച് അവളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കുറേ ഉപദ്രവിച്ചിട്ടുമുണ്ട്. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് തോന്നി നീ എപ്പോഴെങ്കിലും അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമെന്ന്. ഇതിനിടയ്ക്ക് അപർണയ്ക്ക് എന്തോ പറയണമെന്നുണ്ട്. പക്ഷെ അഞ്ജയ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നിനക്ക് ഒരു കാലത്തും അവളെ മനസ്സിലാകില്ലെന്ന് എനിക്ക് ബോധ്യമായി. അവൾ ഗർഭിണിയാണ്. കുട്ടി ഉണ്ടാകുന്നവരെ അവളെ വെറുതെ വിട്. അത് കഴിഞ്ഞ് അവളുടെ കെട്ടിയാൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും. മേലാൽ അവളെ ഇങ്ങോട്ട് അയക്കരുതെന്ന് ഞാൻ പറഞ്ഞോളാം. ഇത്രയും പറഞ്ഞിട്ട് അഞ്ജയ അവിടെ നിന്ന് പോകുന്നു. കാലിന്റെ വേദനയും സഹിച്ച് അപർണ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. അങ്ങനെ തന്നെ സോഫയിൽ കിടക്കുന്നു. ഗീത മുറിയിൽ പോയി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദിനി സുഖമായി കിടന്നുറങ്ങുന്നു. അഞ്ജയ അവരുടെ മുറിയിൽ നിലത്ത് കിടന്നുറങ്ങുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് അപർണ കണ്ണു തുറക്കുന്നു. വേദന പ്രശ്നമാക്കാതെ അടുക്കളയിലേക്ക് പോയി സ്റ്റൗ കത്തിച്ച് അവിടെ ഇരുന്ന ഒരു ഇരുമ്പ് വടി തീയിൽ കാണിക്കുന്നു. പട്ടിയെ കൊണ്ട് എന്നെ കടിപ്പിക്കുന്നോ? എനിക്ക് എന്ത് വേദനയുണ്ടെന്ന് നിന്നെ ഞാൻ ഇപ്പോൾ അറിയിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചുട്ടുപഴുത്ത ഇരുമ്പ് വടിയുമായി അവൾ ഗീതയുടെ റൂമിലേക്ക് പോകുന്നു. അമ്മ വരുന്ന കാര്യമറിഞ്ഞ് ഗീത ഫോൺ പെട്ടെന്ന് മാറ്റിവെച്ചിട്ട് ബുക്കെടുത്ത് കയ്യിൽ പിടിക്കുന്നു. പഴുത്ത ഇരുമ്പ് വടിയും കൊണ്ട് അപർണ റൂമിൽ കയറുന്നു. അപർണ ഗീതയെ കണ്ണു കാണിക്കുമ്പോൾ ഗീത നന്ദിനിയുടെ വാ ബലമായി പൊത്തിപ്പിടിക്കുന്നു. ആ ഇരുമ്പ് വടി അപർണ നന്ദിനിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് 4ാമത്തെ എപ്പിസോഡിൽ കാണാം.